ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ തോമസ് മാർ മക്കാറിയോസ് മെത്രാപ്പോലിത്തയുടെ ഓർമ്മ പെരുന്നാൾ മാർച്ച് 7 വ്യാഴാഴ്ച അഭിവന്യ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിൽ ഭക്തിപുരസരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. മാർത്തോമൻ സ്മൃതിയിൽ ശോഭയോടെ മുളന്തുരുത്തി മാർത്തോമൻ പള്ളി. ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഛായാചിത്രം മലങ്കര സഭയുടെ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ പുനരാലേഖനം ചെയ്തു. അന്ത്യോക്യൻ അധിനിവേശത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്ന എംബ്ലമായിരുന്നു വികട വിഭാഗം ദേവാലയം കയ്യേറി അനധികൃത ഭരണം നടത്തിയിരുന്നപ്പോൾ സ്ഥാപിച്ചിരുന്നത്. വയനാട് കുറുവയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട കുറുവ ദ്വീപ് വനസംരക്ഷണ സമിതി ജീവനക്കാരനും പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ ഇടവകാംഗവുമായ വെള്ളച്ചാലിൽ പോളിന്റെ ഭവനത്തിലും പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ അജീഷിന്റെ ഭവനത്തിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൻ്റെ 130ാം വാർഷികാഘോഷം വർണ്ണാഭമായി. വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. വാർഷികാഘോഷം സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക്കിന്റെ അധ്യക്ഷതയിൽ കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി. വാർഷികാഘോഷത്തിൽ LSS നേടിയ ആദിദേവ് PH, കാലിക്കറ്റ് സർവകലാശാല MSc മൈക്രോബയോളജിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥി റിയ P റോയ് എന്നിവരെയും മറ്റു ഉന്നത വിദ്യാഭ്യാസ വിജയം നേടിയവരെയും അനുമോദിച്ചു. സെന്റ് മേരീസ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സമ്മാനദാനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഡോക്ടർ PC അലക്സാണ്ടർ എൻഡോവ്മെന്റ് പ്രസംഗ മത്സരം നടത്തപ്പെട്ടു. കോട്ടയം വൈദിക സെമിനാരി വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഡോക്ടർ PC അലക്സാണ്ടർ എൻഡോവ്മെന്റ് പ്രസംഗ മത്സരം മാർച്ച് 7 നടത്തപ്പെട്ടു. ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ നേതൃത്വം നൽകി. പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ ഫലപ്രഖ്യാപനം നിർവഹിച്ചു. ഫാദർ ഏലിയാസ് KV അവലോകനം നടത്തി. ഫാദർ ഡോക്ടർ ജോസ് ജോൺ, ഫാദർ ഏലിയാസ് KV, ഫാദർ ജോബിൻ വർഗീസ് എന്നിവർ വിധി നിർണയം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവുമായി പരുമല ആശുപത്രി. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 വൈകുന്നേരം നടന്ന വനിതാ ദിനാഘോഷ പ്രശസ്ത മീഡിയ പേഴ്സണാലിറ്റി ശ്രീമതി രേഖ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവിയും പരുമല ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ലളിതാംബിക കരുണാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, പതോളജിസ്റ്റ് ഡയറക്ടർ ലിൻഡ തമ്പി, നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീമതി മിനി റസാഖ് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിലെ വനിതാ ജീവനക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് HR വിഭാഗം അസിസ്റ്റന്റ് മാനേജർ ശ്രീമതി ആശ ഗീവർഗീസ്, ഫാർമസി വിഭാഗം സീനിയർ സ്റ്റാഫ് അംഗമായ ശ്രീമതി സ്മോനി മേരി സെബാസ്റ്റ്യൻ, ഹൗസ് കീപ്പിംഗ് വിഭാഗം സൂപ്പർവൈസർ ശ്രീമതി മിനി വർഗീസ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള മോട്ടിവേഷണൽ ക്ലാസും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന ഇന്ററാക്റ്റീവ് സെക്ഷനും ശ്രീമതി രേഖ മേനോൻ നയിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ആശുപത്രിയിലെ വനിതാ ജീവനക്കാർക്കായി നടത്തിയ സ്കിപ്പിംഗ് ഡംബൽ ചലഞ്ചിന്റെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു. അങ്കമാലി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത അമ്പാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനിയുടെ 133ാമത് ഓർമ്മ മലങ്കര സഭ ആചരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോടുള്ള എക്യുമെനിക്കൽ സഭകൾ ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലബാർ ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമീസ് തിരുമേനി സംബന്ധിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള അവർകൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് പിതാക്കന്മാർ സംബന്ധിച്ചു. രാജസ്ഥാൻ നിയമസഭയിലെ രേവദർ അബു റോഡ് അസംബ്ലി മണ്ഡലത്തിലെ നിയമസഭാംഗവും മികച്ച സാമൂഹിക പ്രവർത്തനുമായ ബഹുമാനപ്പെട്ട മോത്തിറാം പൂനം റാംജി കോലി ജ്യോതിശാശ്രമം സന്ദർശിച്ചു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ കാനഡ ബ്രിട്ടീഷ് കൊളംബിയയിൽ പ്രിൻസ് ജോർജിൽ പുതിയ ഒരു കോൺഗ്രിഗേഷൻ ആരംഭിച്ചു. വന്നിയ മേക്കാട്ടിൽ MC കുര്യാക്കോസ് റമ്പാച്ചൻ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു.
ദയാഭവൻ ഗ്രൂപ്പ് ഓഫ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ട്രിനിറ്റി ചാരിറ്റബിൾ അസോസിയേഷൻ്റെയും കീഴിൽ നിരവധി സുപ്രധാന സംരംഭങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോളി ട്രിനിറ്റി പ്രീ സ്കൂൾ കെട്ടിടം, കമ്മ്യൂണിറ്റി അടുക്കള, ഹോളി ട്രിനിറ്റി കോളേജിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ ലാബും ദയാഭവൻ പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. പ്രമുഖ വ്യക്തിത്വങ്ങളും TCAയുടെയും ദയാഭവന്റെയും ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളും ദയാഭവനിലെ അഭ്യുദയകാംക്ഷികളും ഈ സുപ്രധാന സന്ദർഭത്തിന് സാക്ഷ്യം വഹിച്ചു. പരുമല കാർഡിയോളജിയുടെ സേവനം ഇനി മുതൽ പന്തളത്തും. 6 ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റുകളുമായി പ്രവർത്തിക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഡിയോളജി വിഭാഗമായ പരുമല കാർഡിയോളജിയുടെ സേവനം ഇനി പന്തളം ക്രിസ്ത്യൻ മിഷൻ ആശുപത്രിയിലും ലഭ്യമാണ്. പരുമല CM കാർഡിയോളജി വിഭാഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാർച്ച് 11 രാവിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനി നിർവഹിച്ചു. CM ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ TG വർഗീസിന്റെ സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ച യോഗത്തിൽ നിരണം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. കേരള സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും പരുമല CM കാർഡിയോളജിയുടെ ഡിജിറ്റൽ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന യോഗത്തിൽ പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസ്, കേരള ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, ശ്രീ ആന്റണി MP ഉൾപ്പെടെയുള്ള നിരവധി മത, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർ, ഡോക്ടർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാർഡിയോളജി വിഭാഗത്തിൽ 20 വർഷത്തിനു മുകളിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ മഹേഷ് നളിൻകുമാർ, ഡോക്ടർ ജോർജ് ഘോഷി, ഡോക്ടർ തോമസ് മാത്യു കൂടാതെ കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ റെനറ്റ് സെബാസ്റ്റ്യൻ, കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ ആര്യ, ഡോക്ടർ ജോയൽ ജെ കണ്ടത്തിൽ എന്നിവരുടെയും സേവനം ലഭ്യമാണ്. OP സേവനം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ 5 വരെയും ആയിരിക്കും. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സ, പേസ് മേക്കർ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഇന്റർനാഷണൽ കാർഡിയോളജിക്കൽ സേവനവും പന്തളത്ത് ലഭ്യമാണ്. ഏപ്രിൽ 1 മുതൽ 24 മണിക്കൂറും കാർഡിയോളജിസ്റ്റിന്റെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യ ഇൻഷുറൻസും സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പ് ഇൻഷുറൻസും കൂടാതെ മറ്റ് പ്രൈവറ്റ് കമ്പനികളുടെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സൗകര്യങ്ങളും പരുമല CM കാർഡിയോളജിയിൽ ലഭ്യമാണ്. ആത്മീയതയുടെ അടിത്തറയാകേണ്ടത് ഭവനങ്ങൾ. ഫാദർ ഡോക്ടർ വർഗീസ് P. വർഗീസ്. ഭവനങ്ങളും ഭവനാന്തരീക്ഷവും ആത്മീയതയെ വാർത്തെടുക്കുന്ന ഇടമായി മാറേണ്ടത് കാലത്തിന്റെ ആവശ്യമായി ഉൾക്കൊള്ളണമെന്ന് കോട്ടയം പഴയ സെമിനാരി അധ്യാപകൻ ഫാദർ ഡോക്ടർ വർഗീസ് P. വർഗീസ് പുഴുതിവാക്കം സെന്റ് തോമസ് മൗണ്ട് പള്ളിയുടെ ഇടവക ദിനത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ആത്മീയത അപരനിലേക്ക് പകർന്നു നൽകുമ്പോഴാണ് ആത്മീയ ജീവിതം കൂടുതൽ പ്രസക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോശി ഫിലിപ്പ് കോറെപ്പിസ്കോപ്പ വികാരി ഫാദർ ജിജി മാത്യു വാകത്താനം, PO ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഇടവക സെക്രട്ടറി ജോസ് ജോർജ്, ആത്മീയ സംഘടനാ സെക്രട്ടറിമാർ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഇടവക ഗായ സംഘം ഗാനശുശ്രൂഷ നിർവഹിച്ചു. മികച്ച വിജയം നേടിയ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെമന്റോയും വിതരണം ചെയ്തു. സാമൂഹിക രംഗങ്ങളിൽ മികവ് നേടിയവരെ യോഗത്തിൽ ആദരിച്ചു. ക്രമീകരണങ്ങൾക്ക് ജോളി പീറ്റർ, മറിയാമ്മ പോൾ എന്നിവർ നേതൃത്വം നൽകി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം മണ്ണംതോട്ട് വഴി MD സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. ഇടുക്കിയിൽ വിവിധ ദേവാലയങ്ങളുടെ കുരിശടികൾക്ക് നേരെ രാത്രിയിൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദേവാലയങ്ങളുടെ ഭാഗമായുള്ള കുരിശടികളും ഉൾപ്പെടുന്നു. കട്ടപ്പന സെന്റ് മേരീസ് ഇടവകയുടെ ഇടുക്കി കവലയിലുള്ള കുരിശടിയുടെയും കമ്പംമെട്ട് സെന്റ് മേരീസ് ഇടവകയുടെ കുരിശടിയുടെയും കൊച്ചറ സെന്റ് മേരീസ് ഇടവകയുടെ ചേറ്റുകുഴിയിലുള്ള കുരിശടിയുടെയും നരിയമ്പാറ സെന്റ് മേരീസ് ഇടവകയുടെ കുരിശടികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. സംഭവത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അപലപിക്കുകയും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷാ നടപടികൾ ഉണ്ടാവണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിരണം പള്ളിയുടെ പള്ളിക്കടവിൽ പുനർനിർമ്മിച്ച ശ്ലീഹാസ്മൃതി പൈതൃക സ്മാരക മന്ദിരത്തിന്റെ കൂദാശ വന്യ തോമസ് മാത്യു അച്ഛൻ, വന്യ ബിബിൻ മാത്യു അച്ഛൻ, വന്യ ആൽവിൻ വർഗീസ് അച്ഛൻ എന്നിവർ നിർവഹിച്ചു. മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ശ്രീ P. തോമസ് വർഗീസ്, കൺവീനർ ശ്രീ രാജു പുളിമ്പള്ളിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഹൈടെക് സ്കൂളിൽ സയൻസ് ലാബിന്റെ കൂദാശയും ഉദ്ഘാടന കർമ്മവും
കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനി നിർവഹിച്ചു. കോട്ടയം പഴയ സെമിനാരിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന ഷമാശന്മാരുടെ സമർപ്പണ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സമർപ്പണ ജീവിതവും ആത്മീയ നിഷ്ഠയും മാതൃകയുള്ള നല്ല വൈദികരാകുവാൻ പരിശുദ്ധ ബാവ തിരുമേനി പ്രബോധിപ്പിച്ചു. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ സെമിനാരി അധ്യാപകൻ റവറൻ ഡോക്ടർ ബ്ലൈസു വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ മാർച്ച് 9 ശനിയാഴ്ച പഴയ സെമിനാരി സന്ദർശിച്ചു. ശൂരനാട് പള്ളിയിൽ ലത്തീൻ കത്തോലിക്ക സഭ പുനലൂർ മെത്രാൻ അഭിവന്യ ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവ് സന്ദർശിച്ചു. ഇടവക വികാരി വന്യ ഡോക്ടർ KM കോശി വൈദ്യനച്ചൻ, ഇടവക പട്ടക്കാർ, ഇടവക കൈസ്ഥാനി സെക്രട്ടറി, ഇടവക സമൂഹം ചേർന്ന് അഭിവന്യ പിതാവിനെ സന്ധ്യാനമസ്കാര ശേഷം ദേവാലയത്തിലേക്ക് സ്വീകരിച്ചു. ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ ജോബ് സെൽ ഉദ്ഘാടനവും അഭിവന്യ പിതാവ് നിർവഹിച്ചു. റഷ്യൻ മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ സ്ഥാപനമായ സെൻട്രൽ ക്ലിനിക്കൽ ഹോസ്പിറ്റൽ ഓഫ് സെന്റ് അലക്സിയസിൽ നിന്നുള്ള മെഡിക്കൽ അംഗങ്ങൾ പരുമല സന്ദർശിച്ചു. മോസ്കോയിലെ സെന്റ് അലക്സിയസ് ഓട്ടോണമസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ സെൻട്രൽ ക്ലിനിക്കൽ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഡോക്ടർ സറോവ് അലക്സി വിവിധ വിഭാഗം മേധാവികളുമായ ഡോക്ടേഴ്സ് ഒരുമിച്ച് പരുമല സെമിനാരിയും പരുമല ഹോസ്പിറ്റലും സന്ദർശിച്ചു. അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമോസ് വലിയ മെത്രാപ്പോലിത്തായുടെ പൗരോഹിത്യ വജ്ര ജൂബിലി ആഘോഷം മാതൃ ഇടവകയായ കൂർത്തമല സെന്റ് മേരീസ് പള്ളിയിൽ നടത്തപ്പെട്ടു. വികാരി വന്യ വൈ തോമസ് അച്ഛന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. വജ്ര ജൂബിലി ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. ജീവകാരുണ്യ പദ്ധതികൾ ജൂബിലി കൺവീനർ അഡ്വക്കേറ്റ് VC സാബു അവതരിപ്പിച്ചു. ജൂബിലിയോടനുബന്ധിച്ച് ഇടവക നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം, ജീവനോപാധി വിതരണം, ഫലവൃക്ഷത്തൈ വിതരണം, സുവനീർ പ്രകാശനം എന്നിവ നടത്തപ്പെട്ടു. ഓർത്തഡോക്സ് വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് അമയിൽ, വൈദിക സെമിനാരി അധ്യാപകൻ ഫാദർ ഡോക്ടർ നൈനാൻ K ജോർജ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ PK കോശി, റവറൻ ഏബ്രഹാം പണിക്കർ G, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഏബ്രഹാം G, ഫാദർ പോൾസൺ ജോൺ, ട്രസ്റ്റി തോമസ് ജോർജ്, സെക്രട്ടറി ചിൽസ് തോമസ് കോശി എന്നിവർ പ്രസംഗിച്ചു. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ 3 റമ്പാച്ചന്മാരെയും കത്തോലിക്ക സഭയിലെ ഒരു വൈദികനെയും സൗത്ത് ആഫ്രിക്കയിലെ തങ്ങളുടെ ദേറായിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. ഫാദർ ടക്ല, ഫാദർ യോസ്തോസ് അബ മാർക്കോസ്, ഫാദർ മീന അബ മാർക്കോസ് എന്നീ സന്യാസി വൈദികരുടെ രക്തസാക്ഷിത്വം ആഗോള ക്രൈസ്തവ സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തുന്നു. വന്യ സന്യാസ ശ്രേഷ്ഠരുടെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിന്റെ അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. തിരുവനന്തപുരം മരിയൻ പ്ലേ ഹോമിൽ ഡിജിറ്റൽ തെറാപ്പി മുറിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനി നിർവഹിച്ചു. മലങ്കര സഭയുടെ സഹോദരി സഭയും പൗരസ്ത്യ ഗ്രീക്ക് സഭാ കുടുംബത്തിലെ അംഗവുമായ ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ നിയോഫിറ്റ് പാത്രിയർക്കീസ് ബാവ കാലം ചെയ്തു. 2013 കാലം ചെയ്ത ബൾഗേറിയൻ പാത്രിയർക്കീസ് പരിശുദ്ധ മാക്സിം ബാവായുടെ പിൻഗാമിയായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. 78 വയസ്സുള്ള അദ്ദേഹത്തിന്റെ അന്ത്യം ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു. ഖബറടക്കം പിന്നീട് സോഫിയ പാത്രിയർക്കൽ കത്തീഡ്രൽ നടത്തപ്പെടുന്നതാണ്. പരിശുദ്ധ പിതാവിന്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വനിതാ ദിനാഘോഷം നടത്തപ്പെട്ടു. രാജ്യാന്തര വനിതാ ദിന ആഘോഷത്തിന്റെ ഭാഗമായി പീരുമേട് മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോളേജ് വുമൻസ് സെൽ ചെയർപേഴ്സൺ പ്രൊഫസർ ഏരിയാമ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സോണിയ SR ഉദ്ഘാടനം ചെയ്തു. തത്തുല്യതയിലേക്കുള്ള ചുവടുകളുമായി പീരുമേട് മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് ആവിഷ്കരിക്കുന്ന വിവിധ പദ്ധതികൾക്ക് ശ്രീമതി സോണിയ SR ആശംസകൾ അർപ്പിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്ന ചിന്തവിഷയത്തെ ആസ്പദമാക്കി വിവിധ ക്ലാസുകൾ നടന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ശാന്തി രമേശ് യോഗത്തിന് ആശംസകൾ അറിയിച്ചു. ഫാക്കൽറ്റി ചെയർപേഴ്സൺ ഇന്റേണൽ അഫയേഴ്സ് പ്രൊഫസർ സ്നേഹപ്രിയ സെബാസ്റ്റ്യൻ, ഫാക്കൽറ്റി ചെയർപേഴ്സൺ എക്സ്റ്റേണൽ അഫയേഴ്സ് ഡോക്ടർ ഷീലു ജോൺസ്, പ്രൊഫസർ ആര്യ ലക്ഷ്മി S എന്നിവർ പ്രസംഗിച്ചു. സഭാ കേസുകളുടെ കേന്ദ്രതല ഏകോപനം. ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രത്യേക സമിതി സഭാ കേസുകളുടെ നടത്തിപ്പിനായി ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത ഉപാധ്യക്ഷനായ സമിതിയെ പരിശുദ്ധ കാതോലിക്ക ബാവ നിയോഗിച്ചു. തോമസ് പോൾ റമ്പാൻ,
ഫാദർ ജേക്കബ് കുര്യൻ, ഫാദർ എബിൻ എബ്രഹാം, റോണി വർഗീസ് എബ്രഹാം എന്നിവരാണ് സമിതി അംഗങ്ങൾ. കോട്ടയത്തെ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്ന് പഴയ നിയമ പഠനത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച വന്യ വർഗീസ് എബ്രഹാം മേലേത്തറയിലച്ഛനും ഓർത്തഡോക്സ് വൈദിക സെമിനാരി കോട്ടയം 2023-24 അധ്യയന വർഷത്തെ സെമിനാരി പ്രീച്ചറായി തെരഞ്ഞെടുക്കപ്പെട്ട 3-ാം വർഷ വിദ്യാർത്ഥി സോണി സാമുവലിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഏവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു.